Good afternoon to all. Good afternoon, everyone. Can you hear me? Good afternoon, madam. ക്ലാസ്സിൽ ആരുമില്ലേ? ആരും കേൾക്കുന്നില്ലേ? തമ്പി മാത്രം കേട്ടുള്ളൂ. വിഷ് ചെയ്യൂ. എന്ത് പറ്റി? Good afternoon. Good afternoon. പറയൂ, തിരിച്ച് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഇംഗ്ലീഷ് ക്ലാസ് ആണ്, അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഞാൻ കയറി വന്നതാണ്. So start ചെയ്യാം നമുക്ക് കേട്ടോ. Let's start with prayer, introductory and signing. So prayer തുടങ്ങട്ടെ. Yes. Okay. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Daisy drops round us are falling, but for the showers we plead. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. And then Ma'am, quotes ഞാനാണ്. Give every day the chance to become the most beautiful day of your life. Mark Twain. സൈനിങ് ഞാനാണ്. ഒരിക്കലും വവ്വാൽ കഴുകന്റെ മുന്നിൽ വന്നുപെട്ടു. കഴുകൻ പറഞ്ഞു, നിന്നെ ഞാൻ ഇന്ന് കൊല്ലും, കാരണം എനിക്ക് പക്ഷിവർഗത്തിൽപ്പെട്ട ഒന്നിനെ ഇഷ്ടമല്ല. അപ്പോൾ വവ്വാൽ പറഞ്ഞു, അയ്യോ, ഞാൻ പക്ഷിവർഗത്തിൽപ്പെട്ടതല്ല, ഞാൻ എലിവർഗത്തിൽപ്പെട്ട ജീവിയാണെന്ന് പറഞ്ഞ് അവിടുന്ന് രക്ഷപ്പെട്ടു. പിന്നീട് ഒരിക്കൽ വവ്വാൽ പരുന്തിന്റെ മുന്നിൽ ചെന്നുപെട്ടു. അപ്പോൾ പരുന്ത് പറഞ്ഞു, ഇന്ന് നീയാണ് എന്റെ ഏര, കാരണം എനിക്ക് എലിവർഗത്തിൽപ്പെട്ട ഒന്നിനെ ഇഷ്ടമല്ല. അപ്പോൾ വവ്വാൽ പറഞ്ഞു, ഞാൻ എലിവർഗത്തിൽപ്പെട്ടതല്ല, ഞാൻ പക്ഷിവർഗത്തിൽപ്പെട്ടതാണ് പറഞ്ഞു. അതായത് പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കുന്നിടത്താണ് നമ്മുടെ വിജയം. താങ്ക് യു. okay. So how are you all? മാത്രമേ ഉള്ളൂ അല്ലേ? ഇന്നെന്താണ് സ്റ്റുഡൻസ് പൊതുവെ ക്ലാസ്സിൽ കുറവാണോ? ആണോ? അതെ. വർത്താനം പറയില്ല, നിങ്ങളാരും സംസാരിക്കില്ലേ? ഓക്കെ, എനിക്ക് നിങ്ങളുടെ കോൺവെക്കേഷൻ ഒക്കെ വരുമ്പോൾ നിങ്ങളൊന്ന് കാണണം. എപ്പോഴെങ്കിലും നിങ്ങളോട് സംസാരിക്കോ? അതെ, വിശ്വസിച്ചു ഞാൻ. ഇങ്ങോട്ട് വന്ന് സംസാരിക്കും, എനിക്ക് നിങ്ങളെ കണ്ടാൽ മനസ്സിലാവില്ല, അറിയാലോ. ഞങ്ങള് സംസാരിക്കും. പേര് മാം ഓർക്കുമല്ലോ? എന്തോ പേര് കാണുന്നോണ്ട് പേര് ഓർക്കുമല്ലോ, പേര് പറയുമ്പം. പേര് ഓർമ്മയുണ്ടാവും, കാരണം നിങ്ങൾ നേരിട്ട് വന്ന് പേര് പറയുന്നതും ഇപ്പോ പേര് പറയുന്നത് വ്യത്യാസമുണ്ട് കേട്ടോ. എനിക്ക് എപ്പോഴും പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്, എല്ലാ സ്റ്റുഡൻസ് വരുമ്പോൾ നേരിട്ട് വന്നിട്ട് മാം ഞാൻ മീരയാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കും, കുറച്ച് സ്റ്റക്കായിട്ട് നിൽക്കും. എനിക്ക് എന്റെ മനസ്സിലുള്ളത് പ്രൊഫൈൽ, നിങ്ങളുടെ ഈ പ്രൊഫൈൽ പിക്കാണ്. അങ്ങനെയാണ് ഇപ്പൊ നിത്യ പ്രജീഷ് എന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മ വരാം, ആ പ്രൊഫൈൽ പിക്കാണ് വരാം. മനസ്സിലായോ? അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് നേരിട്ട് കാണുമ്പോഴും അതാണ് ഒരു ബുദ്ധിമുട്ട്. ഇപ്പോഴാണ് മനസ്സിലായിരുന്നു. കാരണം കഴിഞ്ഞ കൺവെക്കേഷനൊക്കെ സംസാരിച്ചിട്ടുണ്ട്, മാം എന്റെ പേര് ഇതാണെന്ന് പറഞ്ഞപ്പോ ഞാൻ കുറച്ച് ഇതിനെ സെറ്റായിട്ട് അറിയുന്നു പറയും കേട്ടോ. മനസ്സിലാവും എനിക്ക്, പക്ഷെ കുറച്ച് സമയം എടുക്കുന്നു മാത്രം.
ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഒന്നും വിചാരിക്കരുത്, എന്നോട് സംസാരിക്കാം. ഓക്കെ, കാരണം നിങ്ങൾക്ക് എന്നെ ഫെമിലിയർ ആണല്ലോ ഞാൻ നിങ്ങൾക്ക്, അല്ലേ? പക്ഷെ എനിക്ക് അങ്ങനെയല്ലല്ലോ. പിന്നെ ഇടയ്ക്ക് ഒരു വീഡിയോ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി മാം. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഓൺ ചെയ്തിട്ട് ക്ലാസ് ആക്കിയാൽ മതി ഇടയ്ക്ക്. അപ്പൊ എല്ലാവരും പിന്നെ അറിയാൻ പറ്റണ്ടേ, കഴുകിട്ട് ചെയ്യേണ്ടത് നിങ്ങളാ. അപ്പൊ മാക്സിമം എപ്പോഴും ക്യാമറ ഓൺ ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യമാണ്. എന്നിട്ട് ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ അതെന്റെ തെറ്റാണ്. ഓക്കെ, പിന്നെ സംസാരിക്കുന്നില്ല, അൺമ്യൂട്ട് ചെയ്യാത്തവരാണെങ്കിൽ ക്യാമറ ഓൺ ചെയ്യാൻ പോണേ, അല്ലേ? അതെ അതെ, ആ ആൾക്കാരാണ് നേരിട്ട് വന്നിട്ട് സംസാരിക്കാൻ പോകുന്നത്. നടന്നു, അല്ലേ? ചിരിക്കും, കാണുമ്പോൾ ചിരിക്കും, ഹലോ മാം എന്ന് പറയും, അത്രേ ഉള്ളൂ. വേറെ ഒന്നും മിണ്ടില്ല, അല്ലേ? ശരിയല്ലേ? അതാണ് സത്യം. ഓക്കെ, പിന്നെന്താണ്? ഇംഗ്ലീഷ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തില്ല. അശ്വതിന് സേവ് ആയതുകൊണ്ടും ക്ലാസ് അറേഞ്ച്മെന്റ്സ് ഉള്ളത് കൊണ്ടും ഒക്കെയാണ് ഇന്ന് ഞാൻ വന്നത്. ഇന്ന് മിഡ്രോസിസ് ആണ്, അല്ലേ? അല്ലേ? അതെ മാം. ഓക്കെ, മിഡ്രോസിസ് ആണ്. സോ ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് ഞാൻ കയറിയത് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോരുത്തരുടെ ജോലി ചെയ്യുന്നേ ഉള്ളൂ. നമ്മള് ടെൻസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ടെൻസിൽ നമ്മൾ പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ചെയ്തു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഡൗട്ട്സ് എനിക്ക് ചോദിക്കുന്നുണ്ട്. അത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു പോർഷൻ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഉണ്ട് ഡൗട്ട്സ്? ഇല്ല, കുഴപ്പമില്ല. കുഴപ്പമില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടല്ലോ? അങ്ങനെയല്ല മിസ്സേ, ഇതിന്റെയൊക്കെ സ്ട്രക്ചറൊക്കെ നമുക്ക് അറിയാം. പിന്നെ ഇനി നമ്മളിനി അടുത്ത ടെൻസിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ ചിലപ്പോ ഇനി എങ്ങനെയാവും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പോ ഞാൻ ഇതിന് വർക്ക് ഉണ്ടായിരുന്നു, ഇതിന് വർക്ക് ഉണ്ടായിരുന്നു. ഞാനന്ന് ലാസ്റ്റ് എനിക്ക് റേഞ്ചില്ലാത്ത ലെഫ്റ്റ് ആയതുകൊണ്ട് കേട്ടില്ലായിരുന്നു വർക്ക് തന്നോന്ന്. അതെ അതെ, ശരി. വേറെ ആരെങ്കിലും അറിയോ? അതായത് സിമ്പിൾ ഇത് പഠിച്ചില്ലേ, 4 ഫോമും പഠിച്ചില്ലേ? അപ്പൊ 4 ഫോം ഉപയോഗിച്ച് നമ്മളെ ഡെയിലി റുട്ടീൻ എഴുതാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ എഴുതിയിട്ടില്ല, മിസ് വ്യാഴാഴ്ച വരുള്ളൂ പറഞ്ഞിട്ട്. വേറെ ആരെങ്കിലും എഴുതിയവരുണ്ടോ ക്ലാസ്സിൽ? ഇനിയിപ്പോ ഞാൻ വിചാരിച്ചില്ല, മിസ് ഇന്ന് വരുമെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറയും, അല്ലെ? അല്ല, ഡെയിലി റുട്ടീൻ എഴുതിയിട്ടില്ലെങ്കിലും നമ്മൾക്ക് നമ്മൾ ചെയ്യണ കാര്യങ്ങൾ അറിയാവുന്നോണ്ട് പറയാം. നമുക്കല്ലേ, സിമ്പിൾ ആണല്ലോ. ടെൻസ് പഠിച്ചു, എന്ത് നോക്കാൻ? ചുമ്മാ ഒന്ന് പറഞ്ഞാലോ, സംസാരിച്ചാലെങ്കിൽ നമുക്ക്. ഞാൻ എഴുതിയിട്ടുണ്ട്. സംസാരിക്കാന്ന് പറഞ്ഞപ്പോ എഴുതിയിട്ടുണ്ട്. ഓക്കെ, വായിക്കാം നമുക്ക്. എന്താണ് സ്നേഹ? വായിക്കട്ടെ. പിന്നെ വായിച്ചോ. I woke up at 6 a.m. and brushed my teeth. Then I wash my face and have a glass of water. Then I am making breakfast, usually idli and sambar. Then eating food with family. After that, I clean the house and do laundry. I cook lunch. In the afternoon, I am picking up my son from school. We are having a snack together, and I am listening to their day stories and helping him with his homework. At 8 p.m. we are having dinner, sharing about our day. I go to bed at 10 p.m. Correct ആണോ? കറക്റ്റ് ആണോ എന്ന് ചോദിച്ചാലും കറക്റ്റ് ആണോ? ഫസ്റ്റ് എന്താണ് പറഞ്ഞത്? I woke up at 6 a.m. I woke up Sorry. Wake up at 6 a.m. woke up പറയില്ലേ, ഇതൊക്കെ ഫാസ്റ്റ് ആണ്. ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്, ഒന്നുകൂടെ വായിച്ചാൽ സ്നേഹം മനസ്സിലാവും. സിമ്പിൾ ആണ്. ഓക്കെ, സ്നേഹ. ഇനി വേറെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ?
ആരെങ്കിലും പറയാൻ റെഡിയാണോ? ആ പറഞ്ഞു നോക്കാം. എഴുതിയിട്ടില്ല. ഓക്കെ, പറയൂ. I wake up at 5 o'clock. I brush my teeth and drink 1 glass of water. After that, I prepared my breakfast. Then I take a bath and I go to temple. My husband goes to gym every day. My son goes to school at 9 a.m. He loves to play snake and ladder. I usually have breakfast at 9:30 a.m. And I eat lunch around 1:45 p.m. In the evening, I drink 1 glass black tea. Then I take my dinner at 8:30 p.m. and I go to bed 10:30 p.m. ഇത്രയൊക്കെ ഓർമ്മ ഒന്നും എഴുതാത്തോണ്ട്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, മനസ്സിലായോ? അപ്പൊ ടെൻസ് മനസ്സിലായോ? ഇത് മതി. ഓക്കെ, ഏകദേശം ഒരു ഐഡിയ ഉണ്ട് ടെൻസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ പറയാം? ഇനി ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. ഇപ്പോ നിങ്ങൾ ഇംഗ്ലീഷില് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു അല്ലെ? അതിൽ 4 ആക്ഷൻസ് എടുക്കുന്നത് ഞങ്ങൾ പറഞ്ഞല്ലോ. സിംപിൾ പ്രസന്റ് ടെൻസ്, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലെ? ഇത്രയും 4 ആക്ഷൻസ് നമ്മൾ പ്രസന്റ് ടെൻസിൽ കംപ്ലീറ്റ് ചെയ്താണ് പഠിച്ചതാണ്. ഇനി നിങ്ങൾ മലയാളത്തില് പ്രസന്റ് ടെൻസ് വെച്ചിട്ട് മലയാളത്തിൽ ഒരു സ്റ്റോറി പോലെ എന്തെങ്കിലും സ്റ്റോറി എന്ന് പറയുമ്പോൾ പാസ്റ്റിലെ കാര്യമായി മേ ബി പറയാം, പക്ഷെ നമ്മൾ പാസ്റ്റിലേക്ക് പോകണ്ട. ഇപ്പോ നടക്കുന്ന കാര്യമായിട്ട് ഒരു ചെറിയൊരു സ്റ്റോറി പോലെ നിങ്ങളൊന്ന് എഴുതാം മലയാളത്തിൽ കേട്ടോ. ആ മലയാളം നിങ്ങൾ വായിച്ച് കേൾപ്പിക്കണം. ഓക്കെ, എല്ലാവരും ചെയ്യോ? മലയാളമാണ്, എന്തുവേണമെങ്കിലും എഴുതാം. സിമ്പിൾ അല്ലേ? നോട്ട്ബുക്ക് എടുക്കുക, മലയാളത്തിൽ അങ്ങോട്ട് എഴുതാം. ഒരു ദിവസത്തെ കാര്യമാണെങ്കിൽ, ഒരു ദിവസത്തിനിടയിൽ നടക്കുന്ന കാര്യമാണെങ്കിൽ, എന്താണെങ്കിലും അയ്യോ മലയാളം പറ്റില്ല. ഈ മംഗ്ലീഷിൽ എഴുതാൻ പറ്റുമോ? മംഗ്ലീഷ് ഓക്കെയാണോ ശ്രുതി? ട്രൈ ചെയ്ത് നോക്കാം മാം. അതെ, ഇത് ജസ്റ്റ് എനിക്കൊന്ന് വായിച്ച് കേൾപ്പിച്ചാൽ മതി. ഓക്കെ, ഞാൻ പഠിച്ച തമിഴിലാണെങ്കിൽ എഴുതിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മലയാളത്തിൽ അതേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. കുഴപ്പമില്ല, എഴുതിക്കോളൂ. തമിഴാണെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ചൊക്കെ അറിയാം എനിക്ക്, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ മാം. ഓക്കെ, ബാക്കിയെല്ലാം മലയാളത്തില് അത്യാവശ്യം കുറച്ചധികം വലിയൊരു സ്റ്റോറി അങ്ങോട്ട് എഴുതാം. എന്നോട് പറയണം. ഓക്കെ, മലയാളമാണല്ലോ, സിമ്പിൾ ആണല്ലോ. അങ്ങനെ എഴുതാം. എഴുതിന് ശേഷം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം ചെയ്യിക്കുന്നത് നിങ്ങൾ വിചാരിക്കും മിസ്റ്റേക്കാണോ ഓൺ ചെയ്ത് പോവാണ് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, വർക്കാണ്. എഴുതി നമ്മൾ പഠിക്കുക. ടെൻസ് അത്രയും ഇമ്പോർട്ടന്റ് ആയിരുന്നു ഓരോ വർക്ക് ഞാൻ തരുന്നത്. മാക്സിമം അത്രയും നമ്മുടെ മൈൻഡിൽ അത് ഉണ്ടാവണം ടെൻസ്. കാരണം അങ്ങോട്ട് എല്ലാ പോർഷൻസിലും നമ്മുടെ ടെൻസ് ആവശ്യമാണ്. ഇപ്പൊ പഠിച്ചില്ലെങ്കിൽ ആ ടൈമിൽ ആ പോർഷൻസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ റിട്ടേൺ നിങ്ങൾ തന്നെ വരേണ്ടി വരും. അതുകൊണ്ടാണ് ഇപ്പൊ അത് കറക്റ്റ് ചെയ്ത് പോവാണെങ്കിൽ നമുക്ക് പിന്നീട് എല്ലാ ചാപ്റ്റേഴ്സ് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും മലയാളത്തിൽ എഴുതാം. എഴുതി കഴിയുമ്പോ എന്നോട് പറയാം. എത്ര സമയം വേണമെന്ന് പറയോ നിങ്ങള്? 5 മിനിറ്റ്, 10 മിനിറ്റ്? സ്റ്റോറി ആണോ മാഡം? എന്തോ എന്താ ഞാൻ ഇപ്പൊ എത്തിയുള്ളൂ. എന്താ പറഞ്ഞത് എഴുതാന്? സ്റ്റോറിയോ? സ്റ്റോറി മലയാളത്തില് കറന്റ് പ്രസന്റ് ടെൻസിനെ ബേസ് ചെയ്തിട്ട് എഴുതണം കേട്ടോ. ഇപ്പോ നടക്കുന്ന കാര്യമായിട്ട് ചിലപ്പോൾ ഡെയിലി റൊട്ടീനായിട്ട് നിങ്ങൾ ദിവസം നടക്കുന്ന എന്ത് കാര്യം നിങ്ങൾക്ക് പ്രസന്റ് ടെൻസിൽ വേണം എഴുതാൻ. പാസ്റ്റിലേക്കോ ഫ്യൂച്ചറിലേക്കോ പോകാൻ പാടില്ല. പ്രസന്റ് നടക്കുന്ന കാര്യം മലയാളത്തില് ഒരു സ്റ്റോറി പോലെ എഴുതാം. പക്ഷെ അധികം അങ്ങോട്ട് എഴുതിക്കോളൂ. മലയാളം അല്ലേ, കംഫർട്ടബിൾ ലാംഗ്വേജ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ പറ്റും. സോ എഴുതാം. ഇതിന് ശേഷം കഴിഞ്ഞു ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യാം. ഓക്കെ, നമുക്കത് എല്ലാവരും കഴിയുമ്പോ ഒന്ന് വായിക്കാം. ഓക്കെ അല്ലേ? ചെയ്യും. ഞാൻ ക്യാമറ ഓഫ് ചെയ്തോട്ടെ. വെറുതെ എനിക്കിങ്ങനെ ക്യാമറ ഓൺ ചെയ്ത് കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓഫ് ചെയ്യാലോ, ഇങ്ങനെ മിണ്ടാതെ ക്യാമറ ഓൺ ചെയ്തിരിക്കട്ടെ.
അതുകൊണ്ടാണ് ക്യാമറ ഓഫ് ആണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. എനിക്ക് നിങ്ങൾ എല്ലാവരും കാണാം. ഓക്കെ, എത്ര ടൈം എത്രയാണെന്ന് പറഞ്ഞില്ല. 5 or 10 or 15? അറിയൂ? എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നത്? 10 മിനിറ്റ്. 10 മിനിറ്റ് എനിക്ക് വരാലോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം.
കഴിഞ്ഞോ എല്ലാവരുടെയും? കഴിഞ്ഞു. ആരോട് പറഞ്ഞില്ലല്ലോ കഴിഞ്ഞത്. കഴിഞ്ഞോ നിത്യ? ഓക്കെ, നിത്യ ഒന്ന് വായിച്ചേ കേൾക്കട്ടെ. രാമു എന്ന കുട്ടി ഒരു ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. അവൻ ദിവസവും രാവിലെ നേരത്തെ എണീറ്റ് പ്രഭാതകൃത്യങ്ങൾക്ക് ശേഷം അവന്റെ പാഠഭാഗങ്ങൾ പഠിക്കും. സൂപ്പർ. നീ അധികം പറയണ്ട, ഇതെല്ലാം ഫാസ്റ്റ് ആണ്. ഇതെങ്ങനെ എഴുതും? മിസ്, ഈ സിമ്പിൾ പ്രസന്റിൽ നമ്മൾ എഴുതുമ്പം ചെയ്യുന്നു, അല്ലെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ പഠിക്കുന്നു, അങ്ങനെ എഴുതുമ്പോ കഥയ്ക്കൊരു ഭംഗിയില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, കഥയാണെങ്കിൽ അത് പഴയ ഫാസ്റ്റ് ആണ് പോവുക. സ്വാഭാവികം അങ്ങനെയാണ് കഥ പറയുന്നത്. പക്ഷെ നമുക്ക് കഥയെന്ന് പറയുന്നത് നമുക്ക് വ്യത്യസ്ത കാര്യങ്ങളും നമുക്ക് നടക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പം അതങ്ങനെയാന്ന് അറിയാം, പക്ഷെ നമ്മൾ ഈ കഥ എഴുതുമ്പോൾ അവൻ ദിവസവും രാവിലെ എണീറ്റ് പഠിക്കുന്നു അങ്ങനെയൊക്കെ എഴുതണ്ടേ? അപ്പൊ അതൊരു കഥയാവൂല്ലോ. കഥയില്ല. കഥ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയാം. കഥയാണെങ്കിൽ ഫാസ്റ്റ് ആണ്. അത് ഫാസ്റ്റ് പഠിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ഒക്കെ എന്തിനോട് ഞാൻ കഥ എഴുതാൻ പറഞ്ഞത്. എനിക്ക് അങ്ങനെ ആക്കി പറഞ്ഞാ മതിയോ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. നമുക്ക് കഥയാവണമെന്നൊന്നുമില്ല. നമുക്ക് ടെൻസ് പഠിക്കണം. അതിനുള്ള സെൻസ് കിട്ടിയാൽ മാത്രം മതി. ഓക്കെ. എങ്കിൽ രാമു എന്ന കുട്ടി ഒരു ഗ്രാമത്തിലാണ് ഗ്രാമത്തിൽ താമസിക്കുന്നു. വെരി ഗുഡ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആയി. അവൻ രാവിലെ എണീറ്റ് പ്രഭാതകൃത്യങ്ങൾ ചെയ്യുന്നു. പിന്നെ അവന്റെ പാഠഭാഗങ്ങൾ പഠിക്കുന്നു. അതിനുശേഷം അവൻ കൂട്ടുകാരുമൊത്ത് സ്കൂളിലേക്ക് നടന്നു പോകുന്നു. സ്കൂളിൽ ടീച്ചർ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അവൻ ശ്രദ്ധയോടെ പഠിക്കുന്നു. ഒരു ദിവസം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴി റോഡിൽ ഒരു കിളി മുറിവേറ്റ് കിടക്കുന്നത് കാണുന്നു. ഇതെല്ലാം സിമ്പിൾ പ്രസന്റ് മാത്രമേ ഉള്ളൂ. അവൻ സ്കൂളിൽ പോയിട്ടുണ്ട്. മുറിവേറ്റ് കിടക്കുകയാണ് അങ്ങനെ പറയാം. മുറിവേറ്റ് കിടക്കുകയാണ് അങ്ങനെ പറയാലോ. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസിലേക്ക് ആകാം. പിന്നെ വഴിയിലൂടെ പോയ ആരും അതിനെ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിച്ചില്ല എന്നുള്ള വാക്ക് പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ശ്രദ്ധിക്കുകയാണെന്ന് വന്നാൽ ശരിയാവൂല. ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച കഥയാവൂല. എങ്കിൽ അങ്ങനെ ആക്കാം. എല്ലാവരും കണ്ടിട്ടുണ്ട്. ആരും അതിനെ ഹെൽപ്പ് ചെയ്തില്ല. അതാണ്, കഥയ്ക്കൊന്നും കിട്ടുന്നില്ല. അവൻ ആ കിളിയെ എടുത്ത് അവന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു. കൊണ്ടുപോവുകയാണെന്ന് പറയാലോ. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ആക്കാലോ. കൊണ്ടുപോകുന്നു എന്നുള്ളതോ? കൊണ്ടുപോയിട്ടുണ്ട്, പക്ഷെ കേൾക്കുമ്പോ ഒരു സുഖമില്ലാത്തോണ്ട് പറഞ്ഞു. അവൻ വീട്ടിൽ വന്ന് അതിന് മരുന്നും വെള്ളവും പഴവും കൊടുത്തു. കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. രാവിലെ മുതൽ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം കണ്ടിന്യൂസ് ആയില്ലേ? പ്രസന്റ് പെർഫെക്റ്റ്. പിന്നെ ഇങ്ങനെ കഥയാക്കണമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പൊ ഒരു ഭംഗിയില്ലല്ലോ നോക്ക്, അങ്ങനെ അങ്ങ് എഴുതിപ്പോയതാ. അവന്റെ അമ്മയ്ക്ക് ഇത് കണ്ട് സന്തോഷമായി. എന്ന് വരുമ്പോ ഇതായിപ്പോയല്ലേ? സന്തോഷം വന്നു. സന്തോഷം വന്നു. സന്തോഷിക്കുന്നു പറയാം. സന്തോഷിക്കുകയാണ്. അവന്റെ അമ്മ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. പിന്നെ സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചർ അവനെ അഭിനന്ദിച്ചു.
അഭിനന്ദിക്കുന്നു. അപ്പൊ ഓക്കെ, സിമ്പിൾ പ്രസന്റ് ആയി. പിന്നെ ഇതിങ്ങനെ ആയതുകൊണ്ട് എല്ലാ ജീവികളോടും ദയ കാണിക്കണമെന്ന് ടീച്ചർ കുട്ടികളോട് പറയുന്നു. അറിഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ, പ്രസന്റ് പെർഫെക്റ്റ്. വൈകുന്നേരം വീട്ടിൽ വന്ന അവൻ കണ്ടത് സുഖം പ്രാപിച്ചിരിക്കുന്ന പ്രാവിനെയാണ്. അവന് സന്തോഷം. എന്തോ ഇതൊക്കെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പൊ ഞാനിതെല്ലാം ഉണ്ടാക്കി പറയാം. ഞാൻ മറ്റേ രീതിയിലായിരുന്നു എഴുതിയത്. ഇപ്പൊ ഇങ്ങനെ തന്നെ കഥയ്ക്കിപ്പോ വലിയ ഭംഗി വേണ്ടാന്ന് മിസ് പറഞ്ഞല്ലോ. ഈ ടെൻസ് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മനസ്സിൽ നിന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ. കാരണം എഴുതിയത് മറ്റേ രീതിയിലാ, കേൾക്കുമ്പോ ഒരു ഇത് വേണമല്ലോ എന്നുള്ള രീതിയില്. ഇതിപ്പോ ഇങ്ങനെ ആയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഞാൻ അത് മാറ്റിയിട്ട് ഉണ്ടാക്കി പറയാം. അല്ല, കഥ ഇപ്പൊ ഓർമ്മ വന്നല്ലോ. പിന്നെ അവന് വളരെ സന്തോഷമായിട്ടുണ്ട്. അവൻ ആ കിളിയെ കൂട്ടിൽ നിന്നും സന്തോഷത്തോടെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. അപ്പൊ മിസ് പറഞ്ഞാല് മറ്റേ ഇതേപോലെ മതി, കഥയ്ക്ക് വലിയ ഭംഗി വേണ്ട, ആ ടെൻസുകൾ അത് മതി. ഓക്കെ, കഥയ്ക്ക് ഭംഗി കൊടുത്ത് പറഞ്ഞു. ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് സ്റ്റോറി പറയൂ. സ്റ്റോറി പക്ഷെ ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കുറച്ച് പണിയാണ്. ഞാന് മാഡം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ഏത് ടെൻസ് ആയാലും മുഴുവൻ വായിക്കാൻ അനുവദിക്കണം. ഓക്കെ, ഞാനൊരു കവിത പോലെ അങ്ങനെ എഴുതിയതാണ്. പുലർക്കാല സ്വപ്നത്തിന് വിട പറഞ്ഞുകൊണ്ട് ഞാൻ പുലരിയെ സ്വാഗതം ചെയ്തു. മന്ദസ്മിതത്തോടു കൂടി മനസ്സിന്റെ ഏകാഗ്രത, പ്രാർത്ഥന എന്നിവയ്ക്ക് വേണ്ടി 5 നിമിഷം. ഇന്ന് മഴയില്ല. തെളിഞ്ഞ ആകാശത്തെ നോക്കി മുറ്റത്തെ തുളസിച്ചെടി ചിരിക്കുന്നു. ഇളം കാറ്റ് വീശുന്നു. കാറ്റിൽ മരച്ചില്ല ഉലഞ്ഞ് മുറ്റം നിറയെ ഇലകളാണ്. രാവിലേക്കുള്ള പണിയായി എന്ന് മനസ്സിൽ കരുതി നിത്യദിനചര്യകൾക്കായി കുറച്ചു സമയം. പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും തയ്യാറാക്കി ഞാൻ ഇറങ്ങി. ഇന്ന് പുറത്തു പോയി കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പോകുന്ന വഴി കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് കണ്ടു. അവർ എന്നെ നോക്കി ചിരിച്ചു. ആ പുഞ്ചിരി എന്റെ മനസ്സിനെ വളരെയധികം സന്തോഷിപ്പിച്ചു. ബസ്സിലെ സൈഡ് സീറ്റിലിരുന്ന് ഗ്രാമപ്രദേശങ്ങളിലെ കാഴ്ച കാണാൻ നല്ല രസമാണ്. പച്ചപ്പ് നിറഞ്ഞ പാടവും മേയാൻ വിടുന്ന പശുക്കിടങ്ങളും മഴക്കാർ കണ്ട സന്തോഷത്തിൽ പീലി വിടർത്തണോ എന്ന് സംശയിച്ചു നിൽക്കുന്ന മയിലുകളും. ഇതെല്ലാം എന്റെ കണ്ണിന് കുളിർമയെങ്കിൽ കാതിനെ കുളിരണിയിപ്പിച്ചുകൊണ്ട് ബസ്സിൽ നിന്നും ദാസേട്ടന്റെ മെലഡി പാട്ടുകൾ. ഇതെല്ലാം മതി എനിക്ക് ഒരു ദിവസത്തെ സന്തോഷത്തിന്. ഇത്രേ എഴുതാൻ പറ്റുള്ളൂ മാഡം. ഇനിയും വേണമെങ്കിൽ കുറെ എഴുതാം. ടൈം അത്ര ഏകദേശം രീതിയിൽ നമ്മുടെ പ്രസന്റൻസിനെ ബേസ് ചെയ്തിട്ടൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓക്കെ. അയ്യോ, ഇംഗ്ലീഷില് മലയാളത്തിൽ ഞാൻ എത്ര വേണേലും ഇങ്ങനെ എഴുതും കവിത പോലെ. പക്ഷെ ഇംഗ്ലീഷില് നോക്കട്ടെ. ഞാൻ മലയാളം ടീച്ചർ അല്ലാട്ടോ. ട്രൈ ചെയ്തു, ചുമ്മാ ട്രൈ ചെയ്തു. ഞങ്ങളുടെ റെക്കോർഡില് സ്റ്റോറി ബുക്കിൽ എല്ലാ ടെൻസുകളും മിക്സ് ചെയ്ത് കഥ എഴുതി വെച്ചിട്ടുണ്ട്, എഴുതുന്നുണ്ട്. പക്ഷെ അതിപ്പോ വായിക്കാൻ പറ്റില്ല, ഇവിടെ സിമ്പിൾ പ്രസന്റ് അല്ലേ പറയണേ, അതിനകത്ത് എല്ലാ ടെൻസുകളും ഉണ്ട്. ഫാസ്റ്റ് പഠിക്കൂ നിങ്ങൾ. ഇപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ കഥയൊക്കെ കുറെ പോയി അല്ലെ, കുറെ കഥ പറയാൻ ട്രാൻസ്ലേറ്റ് ചെയ്യും. കഥ പറയാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാസ്റ്റ് ടെൻസ് ആണ് ഏറ്റവും നല്ലത്. കഴിഞ്ഞ കാര്യങ്ങളല്ലേ കഥ പറയാം. അപ്പൊ പാസ്റ്റ് ടെൻസ് ഇപ്പൊ പ്രസന്റ് കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് പാസ്റ്റ് ടെൻസിലേക്ക് പോവാം. ഓക്കെ. ഇനി നെക്സ്റ്റ്. അപ്പോ മലയാളം പറഞ്ഞവരൊക്കെ ഒന്ന് അത് പ്രസന്റ് ടെൻസിലേക്ക് ഒന്ന് മാറ്റി ട്രാൻസ്ലേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. സോ നെക്സ്റ്റ് ആരാ? മാം, ഞാൻ ഇന്ന് ഒരു സംഭവം ഒരു കഥയായിട്ട് എഴുതിയിട്ടുണ്ട്, എനിക്ക് അനുഭവിച്ചത്. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്.
എക്സ്പീരിയൻസ് പറയുമ്പോ അറിയാം. വഴിയിൽ നിന്ന് കിട്ടിയ കൂട്ടുകാരി. ഞാൻ ഇന്ന് രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഒരു അപകടമുണ്ടായി. റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിൽ അപകടമാണ് ഉണ്ടായത്. ഒരു കുട്ടി സൈക്കിളും കൊണ്ടുവന്ന് എന്നെ ഇടിക്കുകയും ആ കുട്ടി തെറിച്ചു വീഴുകയും ചെയ്തു. അതിൽ എനിക്ക് ചെറിയ പരിക്കുണ്ടായി. കുട്ടി ബോധമില്ലാതെ കിടക്കുകയും. എന്നിട്ട് അവിടെ ഉണ്ടായവരും ഞാനും ഒരു ഓട്ടോയിൽ കയറി കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു. അവന് പേടിയായതുകൊണ്ടാണ് ബോധം പോയതെന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നീട് അവന്റെ രക്ഷിതാക്കൾ അവിടെ വന്നു. അപ്പോഴാണ് അറിയുന്നത് എൻ്റെ ഒപ്പം പഠിച്ച കൂട്ടുകാരിയുടെ മകനാണ് ഇതെന്ന്. അങ്ങനെ അവർ ആ കുട്ടിയും കൂട്ടി വീട്ടിലേക്ക് പോയി. ഞാനും പിന്നെ ജോലിക്ക് പോകാതെ വീട്ടിലേക്ക് മടങ്ങി. ഇത്രയുള്ളൂ മാഡം ഇന്ന് സംഭവിച്ചത്, കഥയാക്കിയത്. ഇത് എന്തായിരുന്നു പ്രസന്റൻസിലേക്ക് മാറ്റി എഴുതാൻ പറ്റില്ലെന്നല്ലായിരുന്നു അല്ലെ? വേണ്ട, അതുങ്ങളൊക്കെ എഴുതാം. കാരണം സ്റ്റോറി എന്ന് പറയുമ്പോ ഇങ്ങനെയാണ് എനിക്ക് പറയാം, കുഴപ്പമില്ല. എന്നാലും കഥ കേൾക്കട്ടെ, നമുക്ക് പ്രസന്റൻസ് വിട്ട് പാസ്റ്റിലേക്ക് പോവാം. ഓക്കെ, ഇപ്പൊ സ്റ്റോറി പറയൂ, അടുത്ത ആൾ പറയും. മാം ഇംഗ്ലീഷിൽ തന്നെ പറയട്ടെ, കുറച്ച് എഴുതിയുള്ളൂ, അത് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും. Aradhya and Anaga are friends. They go to the park. Aradhya brings a packet of popcorn to the park. She gives some of them to Anaga. After some time, they found a box at the center of the park. Anaga opens that box curiously. It's a dog. They make the puppy free. He runs happily. അത്രയാണ് മമ്മ എഴുതിയത്. ഓക്കെ, സോ സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ആരാ? ഇനി അഞ്ചു ഞാൻ പറയാം. ഇന്ന് ഉണ്ണിക്കുട്ടന് പരീക്ഷ തുടങ്ങുകയാണ്. ഇന്നത്തെ എക്സാം ഇംഗ്ലീഷ് ആണ്. അവൻ എന്തൊക്കെയോ പഠിച്ചിരുന്നു, പക്ഷെ ഒരു കോൺഫിഡൻസ് കുറവ് ഉണ്ടായിരുന്നു. എന്നാലും അവൻ എക്സാം എഴുതാൻ പോയി. സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ഭിക്ഷക്കാരനെ കണ്ടു. അയാൾ അവനോട് എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞു. ആദ്യം അവൻ അത് മൈൻഡ് വെച്ചില്ല. പിന്നെ അവന്റെ കയ്യിലുണ്ടായിരുന്ന 10 രൂപ അയാൾക്ക് നൽകിയൊന്ന് പുഞ്ചിരിച്ചു. എക്സാം തുടങ്ങി. പരീക്ഷ അവന് നല്ലപോലെ എഴുതാൻ സാധിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കാം അപ്പോൾ അവൻ ഓർമ്മ വന്നത് ആ ഭിക്ഷക്കാരനെ സഹായിച്ചത് കൊണ്ടായിരിക്കാം അവന് എക്സാം നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചത് എന്നതാണ്. ഇപ്പൊ മൃദുല പറഞ്ഞത് കേട്ടില്ലേ? ആ റിവ്യൂ ഒക്കെ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് വേറെ നോക്കിയിട്ട് ആരെങ്കിലും എഴുതാൻ നോക്കാം. എല്ലാവരും ചെയ്യൂട്ടോ. കാരണം ഇതോടുകൂടി നമുക്ക് പ്രസന്റൻസ് അവസാനിപ്പിക്കാം. ഇന്നത്തെ ക്ലാസ്സിലൂടെ പ്രസന്റൻസ് കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പാസ്റ്റിലേക്ക് പോകാം. ഓക്കെ, സോ മയൂഖ പറയൂ. മയൂഖ വിളിച്ചപ്പോ മ്യൂട്ട് ചെയ്തു. അത്ര നേരം അൺമ്യൂട്ട് ആയിരുന്നു കേട്ടോ. അതെ, ഞാൻ തന്നെ പറഞ്ഞത് നേരത്തെ. ഇനി നെക്സ്റ്റ് അങ്ങനെ അൺമ്യൂട്ട് ചെയ്തോണ്ട് പെട്ടെന്ന് അങ്ങനെ വിളിച്ചാണേ. ഇനി ആരാ ഉള്ളത്? ശ്രുതി. ഞാൻ പറഞ്ഞാ മതിയോ മാം? പറഞ്ഞാ മതി. ഞാൻ മലയാളത്തിൽ തന്നെ പറയാം. ഞാൻ എഴുതിയത് തമിഴിലാണ്, ഞാൻ മലയാളത്തിൽ പറയാം. അതിൽ എത്ര ടെൻസ് എനിക്ക് കറക്റ്റ് ആയിട്ട് വരും എന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്ന് രാവിലെ 5 മണിക്ക് എണീറ്റ് പുറത്തു പോയി. അപ്പോൾ ഞാൻ കണ്ടത് ചക്കയുടെ വേസ്റ്റ് ആയിരുന്നു. പെട്ടെന്ന് ഞാൻ അത് കണ്ട് പേടിച്ചു. ഞങ്ങൾ ആരും ഉപയോഗിക്കാണ്ട് രാത്രിയിൽ മുഴുവൻ ഇവിടെ എന്താ വേസ്റ്റ് വന്നെന്ന് കണ്ട് പേടിച്ചു. അപ്പോഴാണ് കുറച്ച് അപ്പുറത്തായിട്ട് ഞാൻ കണ്ടത് കുറച്ച് പന്നിക്കൂട്ടങ്ങളെ. അവിടെ ഇരുന്ന് മൊത്തം രാത്രിയിൽ കഴിച്ച ആ വേസ്റ്റുകളൊക്കെ ഞങ്ങളുടെ വീട്ടിന്റെ ബാക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ യൂസ് ചെയ്യുന്ന സ്ഥലത്തിൽ. ഞാനിത് എഴുതിയത് കറക്റ്റ് ടെൻസ് തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട് മാം. എനിക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കിട്ടുന്നില്ല. കണ്ടത് എന്താ വെച്ചാൽ ഇന്നത്തെ മോർണിംഗ്, ഇത് ശരിക്കും ഇന്ന് മോർണിംഗ് നടന്ന സംഭവമാണ്. കുഴപ്പമൊന്നുമില്ല.
ഇപ്പോ മൃദുല പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണെന്ന് ഇംഗ്ലീഷില്? മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ ആണോ അത്? ആ രീതിയിൽ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുമോ? ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക്. ഓക്കെ, എഴുതിയത് തന്നെ എഴുതി നോക്കാം കുറച്ച് മാം. എഴുതിയത് ഞാനിപ്പോ അത് എഴുതിക്കൊണ്ടിരിക്കുക. എഴുതിയത് തന്നെ എഴുതാണെങ്കിൽ കുഴപ്പമില്ല. എഴുതൂ, എന്നാലും ഇംഗ്ലീഷിൽ എനിക്ക് എഴുതാം. ഇത്ര നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞല്ലോ, അത് ഇംഗ്ലീഷിലൊന്ന് പ്രസന്റ് ടെൻസിലൊന്ന് പറയൂ എല്ലാവരും. ഓക്കെ, ഒരു 10 മിനിറ്റ് സമയം തരാം. അതിക്കൊള്ളില്ല, 10 മിനിറ്റ് അല്ല, സമയം തരാം. 5-10 മിനിറ്റ് സമയം തരാം. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇപ്പൊ പറയാം നമുക്ക്. ഓക്കെ, എല്ലാവരും എഴുതൂ. ഓക്കെ, കഴിഞ്ഞോ? കഴിഞ്ഞോ? അറിയൂ, കുറച്ചൊക്കെ ആയിട്ടുള്ളൂ. കുറച്ചായിട്ടുള്ളൂ. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും.
20 5 മിനിറ്റ്. കുറച്ചൊന്ന് വായിക്കൂ, ഈ സമയം പോകല്ലേ. Okay. Ramu lives in a small village. He wakes up 6 o'clock every morning. He brushes his teeth, take a bath, and study his lessons. Then he eats a breakfast. He walks to school with his friends. On the way, he sees a wounded bird. He brought that bird with his home. Seeing this, his mother is happy. The two of them are applying medicine to the bird's wound. They have been giving food and water to the bird. Then the mother gives him a gift. അത്രേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഉമ്മ കൊടുത്തതല്ലേ. നോക്കി കൊള്ളാം, ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളാണ്. ഇനി നെക്സ്റ്റ് വായിക്കൂ. നെക്സ്റ്റ് എന്താ പറയൂ, ആരെങ്കിലും ഉണ്ടോ വായിക്കുന്നുണ്ടോ? കഴിഞ്ഞോ? ഇപ്പോ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ? നമുക്ക് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമുക്ക് ഇഷ്ടം ബുദ്ധിമുട്ടായിട്ടുണ്ട് അല്ലെ? നമ്മൾ ചിന്തിച്ച് എഴുതുകയാണെങ്കിൽ ഇംഗ്ലീഷ് ആണ് ഏറ്റവും ബെറ്റർ. മനസ്സിലായോ? അതുകൊണ്ട് ട്രാൻസ്ലേഷൻ പൊതുവെ ചെയ്യാതിരിക്കുക. അതായത് നമ്മൾ മലയാളത്തിൽ ആലോചിച്ചിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യില്ലേ, അതാണ് പറയുന്നത്. മണ്ടത്തരാണ്. അങ്ങനൊന്നും ചെയ്യാണ്ടിരിക്കുക. മാക്സിമം ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ ചിന്തിക്കുകയും ചെയ്യാം, ഇംഗ്ലീഷ് തന്നെ പറയാനും. ഓക്കെ, കാരണം മലയാളം നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ എഴുതുന്നതും ഒക്കെ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ്. ഓക്കെ, അത് നമ്മൾ പിന്നീട് കാര്യം മലയാളത്തിൽ പറയുന്നത് അതേപോലെ തന്നെ ഫസ്റ്റ് ഇപ്പോ ഞാൻ രാവിലെ എഴുതിച്ചു എന്ന് പറയുന്ന കാര്യം ഫസ്റ്റ് തന്നെ അങ്ങനെ എഴുതും. പക്ഷെ അതിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ. നമ്മൾ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇംഗ്ലീഷിനെ നോക്കുകയാണെങ്കിൽ സബ്ജക്ട് ആദ്യം വരുന്നു, ദെൻ ഓക്സിലറീസ് വരുന്നു, വേർബ് വരുന്നു, അതെയാണ് ആ ഒരു ഫോമിലാണ് പോകുക. പക്ഷെ മലയാളം അങ്ങനെയല്ല വരുന്നത്, അത് വ്യത്യാസമുണ്ട്. അതായത് മലയാളത്തിൽ പൊതുവെ ഞാൻ കണ്ടിട്ടുള്ളത് മലയാളം വേർഡ് അവസാനിക്കുന്നു, അവിടെ വെച്ച് ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണ് പൊതുവെ ഞാൻ എന്റെ ഒരു റിസർച്ചിൽ ഞാൻ കണ്ടുപിടിച്ച അങ്ങനെയാണ്. പക്ഷെ ഏറ്റവും നല്ലത് ട്രാൻസ്ലേറ്റ് ചെയ്യാതിരിക്കുക മാക്സിമം. ഇപ്പൊ ഞാൻ ചെയ്യിപ്പിക്കാൻ കാരണം ടെൻസ് പഠിക്കുന്നതുകൊണ്ടാണ് ഉണ്ടാകും. ടെൻസ് അത് മനസ്സിലാക്കണം. അത് ഏറ്റവും നല്ലത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞത് മനസ്സിലാക്കുന്നതാണ്. അപ്പൊ ഇപ്പൊ ഏകദേശം നമുക്ക് ടെൻസ് പ്രസന്റ് ടെൻസ് മനസ്സിലായിട്ടുണ്ട്, നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അത് ഇനിയിപ്പോ വൊക്കാബുലറി ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടാണ് നമുക്ക് അത് എഴുതാൻ പറ്റാത്തത് മെയിൻലി. സോ മാക്സിമം അത് വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ നോക്കാം. അതിന്റെ കൂടെ തന്നെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ നോക്കണം കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റക്ക് ഒന്നും ഇല്ലാണ്ട് ബ്ലാങ്ക് ആവാണ്ട് നമുക്ക് സെന്റൻസ് നന്നായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെന്താ, വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പാസ്റ്റ് ടെൻസ് പഠിക്കാം. സൈൻ ഔട്ട് എന്ന് പറയൂ. ഇന്ന് നമ്മള് പ്രത്യേകിച്ച് പഠിച്ചില്ല. നമ്മൾ നേരത്തെ പഠിച്ച സിമ്പിൾ പ്രസന്റിനെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി കഥ എഴുതുകയായിരുന്നു. അപ്പൊ മനസ്സിലായി എന്നാ, ശരിക്കും നമ്മൾ എഴുതാൻ നേരത്ത് പാസ്റ്റ് ടെൻസും വേറെ ടെൻസുകൾ പലതുമാണ് വരുന്നത്. പക്ഷെ ഇപ്പൊ മിസ് പറഞ്ഞപ്പോ ഈ ഒരു ടെൻസിൽ മാത്രം എഴുതണമെന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ ആലോചിക്കും. ഇതിൻ്റെ അകത്ത് ഈ സിമ്പിൾ പ്രസന്റ് അല്ലെ പ്രസന്റ് കണ്ടിന്യൂസോ പെർഫെക്റ്റ് ടെൻസ് ഒക്കെ മാത്രമാണ് വരാൻ പറ്റുള്ളൂ എന്ന് ചിന്തിച്ചെഴുതുന്നു. പക്ഷെ ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് എഴുതാൻ പറഞ്ഞെങ്കിൽ ഫുൾ എല്ലാ ടെൻസും ഉപയോഗിച്ച് എഴുതിയേനെ. പക്ഷെ ഇന്ന് മിസ് ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഓരോ ഇത് നമ്മൾ എഴുതുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു. മലയാളം എഴുതിയപ്പോൾ ഓർത്തില്ല കേട്ടോ. കഥ അങ്ങനെ നല്ല ഭംഗി വേണമല്ലോ എന്നോർത്ത് നമ്മൾ അങ്ങനെ എഴുതുന്നു. പക്ഷെ ഇംഗ്ലീഷിലേക്ക് എഴുതാൻ നേരത്ത് മിസ് ഇത് തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആ സിമ്പിൾ പ്രസന്റിൽ ഇതൊക്കെയാണല്ലോ വരേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചർ ഈസാമാറാണ്, അല്ലെങ്കിൽ മറ്റേന്റെ ഹാവും ബീനും ഇതൊക്കെ വേണം എന്നൊക്കെ ഓർത്ത് ചെയ്യാൻ പറ്റി. അത് വലിയൊരു കാര്യമാണ്. മിസ് ഈ ഒരു രീതിയിൽ പഠിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും തന്നെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് താങ്ക് യു മാം. ഇതുപോലെ തന്നെ മതി ബാക്കി ടെൻസും. അപ്പൊ ഞങ്ങൾക്കൊക്കെ മനസ്സിലാവും. താങ്ക് യു മാം. ഓക്കെ, സോ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാം. Okay, so thank you all. See you in the next class. Okay, bye.